ഓക്കെ, ഡാറ്റാബേസ് കൺസെപ്റ്റ് നമുക്ക് എക്സാമിന് ആവശ്യമുള്ള മാത്രം നോക്കിയപ്പോൾ നമുക്കിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഡാറ്റാബേസ് ഞാൻ പറഞ്ഞു, ഇതിലോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റിനെ ഓർത്ത് അവിടെ കണ്ടാൽ പറഞ്ഞു, ഒരു എക്സൽ ഷീറ്റിൻ്റെ കാര്യം ഓർത്താൽ മതി. എന്താണ്, കുറേ റോസും കോളംസും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡാറ്റാബേസിനകത്ത് ആ രീതിയിലായിരിക്കും ഡേറ്റാസ് അടുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ ഞാൻ പിന്നെ പറഞ്ഞു, ഇതെന്ന് പറയുന്നത് ഒരു SQL ടൈപ്പ്, ഇതിനെ നമ്മൾ SQL ടൈപ്പ് എന്ന് പറയും. ഇങ്ങനെയായിരിക്കും ഡേറ്റാസ് അടുക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ റോസും കോളംസും ആയിട്ടായിരിക്കും. പിന്നെയുണ്ട് NoSQL ടൈപ്പും ഉണ്ട്. അവിടെ ഇങ്ങനെ റോസും കോളംസും ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ടൊക്കെ ആയിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സാധനം ഒരു ഇത് എവിടെ പോയി തപ്പുമെന്നുള്ളത് എനിക്കറിയില്ല. അതൊരു സാധനം ഉണ്ടായിരുന്നു കാണിച്ചു തരാനായിട്ട്, ഈ അടുത്ത് കളഞ്ഞോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കിട്ടി. ഓപ്പണായി മതിയായിരുന്നു. MongoDB ഒരു NoSQL ടൈപ്പാണ്. ഇപ്പോൾ പിന്നെ കിട്ടുമായിരിക്കും. ഒന്നുമില്ലേ? ഉണ്ട്. ഇതെന്താണിത്, ഇത് കണ്ട, ഇതിനകത്ത് എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, ജസ്റ്റ് റോയും കോളൊന്നുമില്ല, ഇങ്ങനെ ഒരു ID കാൻഡിഡേറ്റ് സാധാരണ നമ്മുടെ ഒരു ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്ന പോലെ പേര് ക്ലാസ് ബാച്ച് ഇങ്ങനെ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ സപ്പോസ് ഇതൊരു SQL ടൈപ്പ് ഓഫ് ആയിരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇരുന്നേനെ, അതൊരു കറക്റ്റ് ഒരു ടേബിൾ പോലെ ഇരുന്നേനെ. അതിപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് NoSQL ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒരു SQL ടൈപ്പ് ഓഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നേനെന്നറിയോ, കാൻഡിഡേറ്റ് ആൻഡ് അടുത്ത റോയിൽ എന്ത് വരും, ക്ലാസ് വെച്ചാൽ ഓരോന്നിൻ്റെ ഹെഡിങ്, അടുത്ത ബാച്ച്, ID. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇതൊരു SQL ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത്. ഇതൊരു NoSQL ആണ്. ഏതാണ്, MongoDB എന്ന് പറയുന്നത് ഒരു NoSQL സാധനമാണ്. കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഓക്കെ, വിൽ കണ്ടിന്യൂ. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഓർഗനൈസ്ഡ് വേ ആണ്. ഒരു ഡാറ്റാസ് നമുക്ക് എളുപ്പം പെട്ടെന്ന് എടുക്കാനും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കോളത്തിൽ അടുക്കി പറക്കി എഴുതുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ബേസിക്കായിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഡേറ്റ എന്നായിരിക്കില്ല നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. റോ ആൻഡ് അൺഓർഗനൈസ്ഡ് ഫാക്റ്റിനെ എന്ത് പറയുമെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പടം വരയ്ക്കാനായിട്ട് പേന, ഒരു പെൻസിൽ, സ്കെച്ച്, ഇതൊക്കെ എന്താണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, വേണ്ട പോട്ടെ. വെറുതെ നമ്മൾ കുറേ നമ്പേഴ്സ് കൊണ്ടുവരുന്നു, ടെക്സ്റ്റ്, നമ്പർ, ഇമേജ്, സൗണ്ട്, ഇതിനൊക്കെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു റോ ഡേറ്റ എന്ന് പറയും, അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ എന്താണ്, ഞാൻ വെറുതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ലേ, ഇപ്പോൾ ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാം കൂടെ ഡൗൺലോഡ്സിനകത്ത് പിക്ചറുണ്ട്, വീഡിയോ ഉണ്ട്, സിപ്പുണ്ട്, എല്ലാം കൂടെ കയറി കിടന്ന് മിക്സായിട്ട് കിടക്കുകയാണ്. ഇത് അൺഓർഗനൈസ്ഡ് സാധനം, അല്ലെങ്കിൽ റോ ആയിട്ട് കിടക്കുന്ന സാധനം നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ ഇടുക, പിന്നെ ഓർഗനൈസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പിക്ചേഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താണ്, ഇമേജസ് മാത്രം നമ്മളിതിനെ എക്സാക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇട്ടേക്കുകയാണ്. അപ്പോൾ അതൊരു നമ്മൾ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയും, ഇൻഫർമേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ആ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് കാൾഡ് ഇൻഫർമേഷൻ. 1 വേർഡ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, ഇത് രണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
റോ അല്ലെങ്കിൽ റോ ആൻഡ് അൺഓർഗനൈസ്ഡ് ഫാക്ടറിനെ എന്ത് പറയും? ഡേറ്റയാണ്. പിന്നെന്താണ്? ആൻഡ് എക്സാമ്പിൾ ഇതാണ്, ഒരു കുട്ടിയുടെ മാർക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഡേറ്റയാണ്. ഇത് നമ്മൾ കൊണ്ടുവന്ന് മൊത്തത്തിൽ ടേബിൾ ചെയ്ത് ഒരു ക്ലാസ്സിലെ മൊത്തം ഡേറ്റയാക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായി? അതൊരു ഇൻഫർമേഷനായി. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്ഡ് ഡേറ്റേനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റാബേസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പാണ് വരുന്നത്. നെറ്റ്വർക്ക് ഡാറ്റാബേസ്, ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസ് ആണ്. ഇതാണ് നമ്മൾ ഇടയ്ക്ക് എവിടെ നമ്മൾ പറഞ്ഞൊരു RDBMS എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? RDBMS, അത് ഈ റിലേഷണൽ ഡാറ്റാബേസിനാണ് അത് പറയുന്നത്. അപ്പോൾ വേറെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡാറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റ എങ്ങനെയാണ്? ഡാറ്റ ഈസ് റെപ്രസെൻറ്റ് ആസ് എ കളക്ഷൻ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ അത് വേണ്ടി വരുന്നത് നമുക്കിതായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഈ ഡേറ്റാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലിങ്കുകൾ വഴിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ്? ഒരു പേജ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ പോകുന്നു, ആ ലിങ്കിൽ അവിടെ നിന്ന് ഒരു ലിങ്ക് കിട്ടുമ്പോൾ അടുത്ത പേജിൽ പോകുന്നു. അപ്പോൾ എങ്ങനെയാണ്? റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു പേജാണ് റെക്കോർഡ്, അത് കളക്ഷൻ ഓഫ് റെക്കോർഡാണ്. അത് ഓരോ പേജുകളും ഒരു ലിങ്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് നെറ്റ്വർക്ക് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോഡുകൾ വഴിയാണ്, ഒരു ട്രീ പോലെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഒരു പിക്ചറൈസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ഹൈറാർക്കിക്കൽ ഡാറ്റാബേസിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രീ പോലെയാണ്. ട്രീ എങ്ങനെയാണ്? ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മരം വളർന്നിട്ട് പിന്നെ എങ്ങനെ പോകുന്നു? അതിങ്ങനെ പല ബ്രാഞ്ചായിട്ട് ഇവിടുന്ന് വീണ്ടും പിന്നെ ഇങ്ങനെ എന്താണ് നമ്മൾ ഒരു ഒരു ട്രീ പോലെയാണ്. ഇങ്ങനെയാണിത് ഒരു പല പാർട്ടായിട്ട് ഇതിങ്ങനെ പോവുകയല്ലേ ചെയ്യുന്നത്. അതുപോലെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ട് കാണും, ഒരു മെയിൻ സാധനം കാണും, അവിടുന്ന് എന്ത് കാണും? അവിടുന്ന് ഒരു കുറച്ച് ഡിവിഷൻ കാണും, അവിടുന്ന് പിന്നെയും കുറച്ച് ഡിവൈഡ് ആവും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ പല ഡിവൈഡ് ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഓരോന്നിനെ നമ്മൾ ഓരോ നോഡെന്ന് പറയും. ഓക്കെ, ഇത് ഒരെണ്ണം ഒരു നോഡ്, ഇത് വീണ്ടും സ്പ്ലിറ്റ് ആവുകയാണ്. ഇത് അടുത്ത നോഡ്. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും അത് എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഓക്കെ, ഇത് ഓരോ നോഡാണ്. ഈ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിന് എന്ത് പറയും? ലിങ്കുകളെന്ന് പറയും. ഇതാണ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു തമ്മിൽ ഒരു കണക്ഷൻ കാണും, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. വേണ്ട, കോംപ്ലിക്കേറ്റ് ആക്കേണ്ട, ജസ്റ്റ് കാര്യം പറഞ്ഞാൽ മാത്രം മതി. നോഡ് പഠിച്ചു വയ്ക്കുക, നോഡും ലിങ്കും പഠിച്ചു വയ്ക്കുക. ഹൈറാർക്കിക്കലിൽ പഠിക്കാനുള്ളത് നോഡും ലിങ്കും, നെറ്റ്വർക്കിൽ പഠിക്കാനുള്ളത് റെക്കോർഡും ലിങ്കും. അടുത്ത RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ സ്ട്രക്ചറലായിട്ട് നമ്മളൊന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ച് തുടങ്ങിയത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അടിപൊളിയായിട്ട് റോയും കോളവും ഒക്കെ ആയിട്ട് നമ്മൾ അടുക്കി പറക്കി തുടങ്ങി എവിടെ വെച്ചാണ്? റിലേഷണൽ ഡാറ്റാബേസ് തൊട്ടാണ്. അതുമാത്രമല്ല, ഡാറ്റ എങ്ങനെയാണ്? ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് ആണ്. അതിൽ ഒരു കോളത്തിൽ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും. അത് ഡാറ്റാബേസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു എന്താണ്? കാൻഡിഡേറ്റ്. ഇപ്പോൾ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും? ഈ ഒരു കോളത്തിൽ കാൻഡിഡേറ്റിൻ്റെ പേര് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഡാറ്റ ആയിരിക്കും? ഇതൊരു ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഡാറ്റ. ഇങ്ങനെ ഡാറ്റ ടൈപ്പ് പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പിനകത്തായിരിക്കും അത് വരുന്നത്. അതുപോലെ ഇപ്പോൾ സപ്പോസ് നമ്മുടെ പിൻ കോഡ് ഉണ്ടെങ്കിൽ അത് മൊത്തം ആ ഒരു കോളം ഫുൾ ഒരേ ഡാറ്റ ടൈപ്പാണ്. അതെന്തൊരു നമ്പർ ഡാറ്റ ടൈപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് 3 ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റാബേസിനകത്ത് നമ്മൾ ഇനി പഠിക്കുന്ന മൊത്തം RDBMS ഉള്ള, മറ്റൊന്നും പഠിക്കാനൊന്നുമില്ല. ഒരു ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ കമ്പോണൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ. ഓക്കെ, ടേബിൾ നമ്മൾ മൊത്തത്തിൽ പറയുന്ന സാധനം എന്താണ്? ടേബിളിനകത്ത് എന്തുണ്ട്? റോസും ഉണ്ട്, കോളംസും ഉണ്ട്. റോസിനെയും കോളംസിനെയും കൂടെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? ഡാറ്റാബേസ് എന്ന് പറയും. ഇതിനകത്തുള്ള ഓരോ സാധനത്തിനും ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയും. ഈച്ച് കമ്പോണൻറ്റ്, അല്ലെങ്കിൽ ഡാറ്റാബേസിനകത്തുള്ള പല പല കമ്പോണൻറ്റിനെ ഒന്നുമില്ല വിട് ഇത് ഡാറ്റാബേസ് വിട്ടാറ്, കുഴപ്പം നോക്കണ്ട. ഡാറ്റാബേസിനകത്തുള്ള ഓരോ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ ഈ ടേബിള്, പിന്നെ ക്വറി, ഫോംസ്, ഇതിനെയൊക്കെയാണ് ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. റിപ്പോർട്ട്, ഫോംസ്, ക്വറീസ്. നമുക്കിതിൻ്റെ എല്ലാം എന്താണെന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഡാറ്റാബേസിൻ്റെ ഓരോ കമ്പോണൻറ്റിനും ഒബ്ജക്റ്റ് എന്ന് പറയും. ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസും കോളംസും ചേർന്നതാണ് എന്ത്? ടേബിള്. ഒരു ടേബിളിൻ്റെ ഒരു കോളത്തിൽ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിനകത്തോട്ട് ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റും, അവിടുന്ന് തിരിച്ചെടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്ലാസ്സിൽ ഒരു ഒന്ന് ആലോചിച്ച് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അത് ഇതെല്ലാം കൊടുക്കും. പക്ഷേ എനിക്കൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് നമ്മുടെ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെ സാധനം വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? പക്ഷേ നമ്മൾ മാർക്ക് ചെക്ക് ചെയ്യുന്നത് എന്താണ്? റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 2 വാല്യൂ മാത്രം മതി. അപ്പോൾ അത് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. പിന്നെ സോർട്ട് ചെയ്യാം, ഹയർ ടു ലോവർ, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡർ, റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡർ, എങ്ങനെയെന്ന് വെച്ച് ഇതൊക്കെ നമുക്ക് ടേബിളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടേബിളിനകത്തുള്ള ഒരു റോയിനെ നമ്മൾ റോ എന്നല്ല പറയുന്നത്. ഡാറ്റാബേസിനകത്ത് ഒരു റോ എന്ന് പറഞ്ഞാൽ റെക്കോർഡ്. ഓക്കെ, റോസിൻ്റെ പേരാണ് റെക്കോർഡ്. അതുപോലെ തന്നെ ഒരു കോളത്തിനെ പറയുന്ന പേരാണ് ഫീൽഡ്. തെറ്റിക്കരുത്, ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താണ് ഫീൽഡ്? എന്ന് പറഞ്ഞാൽ എന്താണ്? കോളം. എന്ന് പറഞ്ഞാൽ കോളം. അതിനകത്ത് എന്ത് വരും? നമുക്ക് പലതും ഇടാം. ഫോൺ നമ്പർ ഇടാം, ഒരു കോളത്തിലൊരു ഫോൺ നമ്പർ മാത്രമാകാം, സ്റ്റേറ്റ്, സിറ്റി, ഒരു ഫീൽഡ്. പിന്നെ മറ്റേന്ന് പറയുന്നത് റെക്കോർഡെന്ന് പറയുന്നത് റോ. അതിൻ്റെ മറ്റൊരു പേരാണ് ട്യൂപ്പിൾ. അതും തെറ്റിക്കരുത്. റെക്കോർഡ് അല്ലെങ്കിൽ റോ അല്ലെങ്കിൽ ട്യൂപ്പിൾ. ഓക്കെ ആണല്ലോ. അടുത്തത് ക്വറീസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കോഡാണ്. നമ്മളൊരു കോഡിങ് ചെയ്യത്തില്ലേ? കോഡിങ് എന്ന് വെച്ചാൽ DBMSനകത്തോട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഡാറ്റ വയ്ക്കാനും അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? കോഡ് എഴുതിയാലേ പറ്റൂ. ഓക്കെ, അതിനകത്തോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും എന്താണ്? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ടേബിളുണ്ട്, ഒരു ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിനൊരു പേര് കാണും. ഈ ഡാറ്റാബേസിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് P എന്നാണ് ഇട്ടേക്കുന്നത്. ഈ ഡാറ്റാബേസിൻ്റെ പേര് P എന്നാണ്. അപ്പം ഞാൻ എഴുതും സെലക്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. എന്താ സെലക്ട് ചെയ്യാനുള്ളത് എന്നാണ്. സ്റ്റാർ ഫ്രം P ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ടേബിളിനകത്തുള്ള എല്ലാ വാല്യൂസിനെയും അവർ എടുത്തു തരും. എല്ലാ വാല്യൂസിനെയും അവർ റീഡ് ചെയ്യും. ഇതാണെന്ത്? ഒരു ക്വറിയാണത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സപ്പോസ് ഇവിടെ റോൾ നമ്പർ ഉണ്ട്, റോളെന്ന് ഇട്ടിട്ടുണ്ട്, ഒരു ഹെഡിങ് റോളാണ്. അപ്പോൾ ഞാൻ സെലക്ട് റോൾ ഫ്രം P എന്ന് എഴുതി കഴിഞ്ഞാൽ ആ കോളം മാത്രമേ അത് റീഡ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ എഴുതുന്ന ആ ഒരു കമാൻഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വറീസ് എന്ന് പറയുന്നത്. നമുക്കതിനകത്തുനിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്യാൻ, സോർട്ട് ചെയ്യാൻ എഴുതുന്ന കോഡുകളെ ക്വറീസ് എന്ന് പറയും. ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനില്ലേ, ഞാൻ പറയില്ലേ, ഈ കോഡല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോംസ് വഴി നമ്മുടെ ഗൂഗിൾ ഫോമൊക്കെ ഇല്ലേ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ മറന്നു അതിൻ്റെ ടെക്നോളജി, കുറേ നാളായി. പേരില്ല, ഞാൻ മറന്നു. എങ്ങനെയാണ് ഞാൻ പിന്നെ തപ്പാൻ പോയത്?
ആഡ് ഡാറ്റ. എനിക്കിപ്പോൾ എനിക്ക് മാനുവലായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ആഡ് ചെയ്യാം. ഇൻസേർട്ട് ഡോക്യുമെൻറ്റ് അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്ത് ഇത് ഫോം ആയിട്ടില്ല കേട്ടോ. അതെ, ഇങ്ങനെയാണ് എങ്ങനെ വരുന്നത് നമ്മുടെ മറ്റേതിനകത്ത് വരുന്നത്, ഈ ഡാറ്റാബേസിനകത്ത് വരുന്നത്. ഇതിൻ്റെ പേരെന്താണ് കണ്ട, ഇതിൻ്റെ പേര് സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് ഇത്. ആൻഡ് ഇതിനകത്ത് മറ്റേ ഫോമേ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. മീൻസ് ഈ ഒരു ഇതിനകത്തിപ്പോൾ എനിക്ക് എൻ്റെ ഇതെന്താണ്, എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ഐ ഡി, ക്ലാസ്, ബാച്ച്. ഞാനിവിടെ ഇതിനകത്തിന് എവിടെയെന്നൊക്കെ ഞാൻ മറന്നു. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുന്നത് എങ്ങനെ ആഡ് ചെയ്യുക, എനിക്കൊരു ഫോമായിട്ട് ഒരു ഫോം കിട്ടും എനിക്ക്, സാധാരണ ഒരു ഫോം പോലെ. അതിനകത്ത് എന്താണ് കാൻഡിഡേറ്റിൻ്റെ അവിടെ കാൻഡിഡേറ്റ്, ക്ലാസ്, ഇങ്ങനെ സ്പേസുകൾ കാണും. നമ്മൾ അതിനകത്ത് വാല്യൂ അടിക്കുക, എൻ്റർ അടിക്കുക. അങ്ങനെ എനിക്ക് ജേസണൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ക്യാൻസൽ. കിട്ടാനില്ല, പോട്ടെ. ഒരു ഫോം കിട്ടും. ഫോമിനകത്തൂടെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനൊക്കെ പറ്റും. എവിടെ പോയാൽ എന്ത് ആഡൊക്കെ എനിക്കറിയാൻ വയ്യ, പോട്ടെ. കിട്ടണില്ല. അപ്പോൾ ഫോം എനിക്ക് ആ സെയിം സാധനം എന്തായിട്ട് കിട്ടും, എനിക്കൊരു ഫോമായിട്ട് കിട്ടും. ഇങ്ങനെ അതിനകത്ത് അടിക്കുക, എൻ്റർ അടിക്കുക. പക്ഷേ പ്രത്യേകത എന്താണ്, നമുക്ക് ഓരോരോ ഡേറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 1 റെക്കോർഡ് അറ്റ് എ ടൈം. 1 റെക്കോർഡെന്ന് പറയുമ്പം ഒരു റോ. ഒരു റോവിനകത്ത് എന്തൊക്കെ കാണും. അപ്പോൾ എനിക്ക് നേരത്തെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, ബാച്ച് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. ഇതാണ് ഒരു റോയിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു റെക്കോർഡേ നമുക്ക് അറ്റ് എ ടൈം ഇൻപുട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരാളുടെ ഡേറ്റയെ നമുക്ക് ഒരു സമയം ഇൻപുട്ട് ചെയ്യാൻ പറ്റും ഫോംസ് വഴി. ഡാറ്റ എൻട്രി പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആ കോഡിൽ നിന്നൊക്കെ ഒന്ന് മാറി കിട്ടും. റിപ്പോർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡാറ്റ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താവും, അതൊരു റിപ്പോർട്ടാവും. ഓക്കെ. ഇനി ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു മോങ്കോ ഡി ബിൻ്റെ ആ സാധനം എന്ന് പറയുന്നത് മോങ്കോ ഡി ബി കോമ്പസ്. അതെന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതുവഴി എനിക്ക് എന്ത് ചെയ്യാം, അതിനകത്തോട്ട് ആഡ് ചെയ്യാം, റിട്രീവ് ചെയ്യാം, സോർട്ട് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം, എന്ത് വേണമെങ്കിലും അതിനകത്ത് കാണിക്കാം. നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് കോഡിൽ നിന്നൊരു മോചനം. ഓക്കെ. എക്സാമ്പിൾ എന്താണ്, MySQL ആണ് പോപ്പുലറായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളത്. SQL ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ്. ഒറാക്കിൾ, ഫോക്സ് പ്രോ, DBase, CBase. ഇപ്പോൾ ഏതുണ്ട്, മോങ്കോ ഡി ബി എന്ന് പറയുന്നത് എന്താണ്, മോങ്കോ ഡി ബി എന്ന് പറയുന്നത് നോൺ SQL ആണ്, നോൺ SQL ടൈപ്പാണ്. പിന്നെ എന്തുണ്ട്, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ. MS ആക്സസ് ഉണ്ട്. ഓക്കെ. പിന്നെ എന്തുണ്ട്, ആർക്കിടെക്ചർ ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് പഠിക്കുക ഭയങ്കരമായിട്ട് കൊണ്ട് ജസ്റ്റ് കാര്യം നോക്കാം. നമുക്ക് 3 ലെവലുണ്ട് ഒരു ഡാറ്റാബേസിന്. അവർ പറയുന്നത് 3 ലെവലായിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സംഭവം നമ്മുടെ എക്സാമിൻ്റെ സൈറ്റ് അറിയാമല്ലോ, IBPS. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ റിസൾട്ട് നോക്കുന്നൊരു പരിപാടിയാണെന്ന് വെച്ചോ. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളാരാ, അത് ഉപയോഗിക്കുന്ന ആളാണ്, യൂസർ. നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് റോൾ നമ്പർ അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, സബ്മിറ്റ് ചെയ്യുമ്പം വാല്യൂ കിട്ടി. നമ്മളെ പരിപാടി ഇത്രയേ ഉള്ളൂ. അവിടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമ്മളൊന്നും അറിയുന്നില്ല. റോൾ നമ്പറും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ആര് കാണും, ഒരു അഡ്മിൻ കാണില്ലേ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് സാധനം ആഡ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ സൈറ്റിനകത്തുള്ള നമ്മൾ സൈറ്റിനകത്തോട്ട് ആഡ് ചെയ്യുന്നൊരു അഡ്മിൻ കാണും. പുള്ളിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ള വാല്യൂസ് ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും, ആ അഡ്മിനായിരിക്കും. പക്ഷേ പുള്ളിക്കും അതേ അറിയത്തുള്ളൂ, അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യണമെന്നും എങ്ങനെ റിമൂവ് ചെയ്യണമെന്നും ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. പക്ഷേ ഏറ്റവും അടിയിൽ ആര് കാണുള്ളൂ, ഇത് ഉണ്ടാക്കിയ ഒരാൾ കാണില്ലേ, അതിൻ്റെ ഡെവലപ്പർ കാണില്ലേ, ഈ സൈറ്റ് ഉണ്ടാക്കിയ വേറൊരാളാരെങ്കിലും ഒരിക്കലും ഡെവലപ്പർ. ഓക്കെ, എങ്ങനെ ഇതാണ് ഒരു ഡാറ്റാബേസിൻ്റെ 3 ലെവൽ. ഓക്കെ, ഏതൊക്കെയാണ്, ഇൻറ്റേർണൽ ലെവല്, കൺസെപ്ച്വൽ ലെവല്, പിന്നെന്താണ് മൂന്നാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെവല്. ഏതാണ്, ഇൻറ്റേർണൽ ലെവല്. വേറെ പടവോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഒന്നാമത്തെ ഏതാണ്, തിരിച്ച് പഠിക്കുന്നത് നല്ലത്, നമുക്ക് റിവേഴ്സ് വരാം. എക്സ്റ്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തുള്ള ആളല്ലെങ്കിൽ നമ്മൾ. ഓക്കെ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഈ ടേം പഠിച്ചു വെച്ചോണം. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ നിന്ന് ഡേറ്റേനെ എടുക്കുന്ന പരിപാടിയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഡേറ്റ എടുക്കുക. നമ്മളെന്താ പരിപാടി, നമ്മളതിൽ നിന്ന് ജസ്റ്റ് റോൾ നമ്പർ, യൂസറിൻ്റെ പാസ്വേഡ് പിടിക്കുമ്പോൾ നമുക്ക് ഡേറ്റ കിട്ടുന്നു. നമുക്കൊന്നും അറിയില്ല, അതിനകത്ത് ഇടുന്ന കാര്യം അറിയണ്ട, എടുക്കുന്ന കാര്യം അറിയണ്ട, കോഡിങ്ങും അറിയണ്ട, ഒന്നും അറിയണ്ട. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ലെവൽ. അതിനെ നമുക്ക് എന്തും പറയാം, വ്യൂ ലെവലെന്നും പറയാം. നമ്മൾ കാണുന്നേ ഉള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല, വേണ്ട, ആവശ്യമില്ല നമുക്ക്. അടുത്ത ലെവലുണ്ട്. അടുത്ത ലെവൽ എന്താണ്, അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വന്ന ആരാണ്, കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്താണ് ഓവറാൾ വ്യൂ ഓഫ് ദ ഡാറ്റാബേസ്. എന്നുവെച്ചാൽ അതിനകത്ത് എന്തൊക്കെ ഡേറ്റ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇൻഫർമേഷൻ അതിനകത്തുണ്ട്, എങ്ങനെയാണത് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്, എന്നുവെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ വരുന്നത്. അതൊക്കെ എവിടെയാണ് വരുന്നത്, കൺസെപ്ച്വൽ ലെവലിനകത്താണ് വരുന്നത്. ഓക്കെ, പുള്ളിക്ക് എന്ത് ചെയ്യാം, പുള്ളിക്ക് അതിനകത്ത് ഫയൽ ആഡ് ചെയ്യാം, ഫയൽ ഡിലീറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് സൈറ്റിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല, അത് സൈറ്റ് അടിച്ച് പോകത്തൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നോർമൽ വെബ്സൈറ്റിന് ഒന്നും പറ്റില്ല. അതാണ് ഈ ക്യാൻ, ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാൻ മോഡിഫൈ ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പം ബേസ് സാധനം അതിനെ അഫക്റ്റ് ചെയ്യാണ്ട്, എന്നുവെച്ചാൽ കോഡിനൊന്നും പറ്റാണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാനും ഡേറ്റേനെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതിനെ നമ്മൾ ലോജിക്കൽ ലെവലെന്ന് പറയും. ദെൻ ഏറ്റവും അടിയിലത്തെ സാധനം എന്താണ്, ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്താണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ ലെവലെന്ന് പറയാൻ പറ്റും. അതിനകത്താണ് ഡേറ്റ ആക്ച്വലി എങ്ങനെയാണ് അവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അവിടെ അപ്ലോഡ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് പ്രോസസ്സ് നടക്കണം, നമ്മളിവിടെ പ്രിൻ്റ് കൊടുക്കുമ്പോൾ എന്ത് പ്രോസസ്സ് നടക്കണം, ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇൻറ്റേർണൽ ലെവലിനകത്ത് അല്ലെങ്കിൽ ആ കോഡിനകത്താണ്. ഡേറ്റ എങ്ങനെയാണ് ആക്ച്വലി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് എവിടെയാണ്, ഇൻറ്റേർണൽ ലെവലിനകത്താണ് ഉള്ളത്. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്താൽ മതി, കഥ എത്ര അറിഞ്ഞാൽ മതി, MCQ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അഡ്വാൻറ്റേജ് ഒന്നും പഠിക്കേണ്ട, നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഡാറ്റ റിഡൻഡൻസി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റാബേസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അലർട്ട് വരും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വരത്തില്ല. ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഞാൻ പറഞ്ഞു, വാല്യൂ എടുക്കുന്ന പരിപാടി, അതിൽ നിന്നൊരു വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നതിനാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഇതിനെ പഠിക്കാനുള്ളൊരു ടേംസ് പഠിക്കുക, ഡാറ്റ ഇൻറ്റഗ്രിറ്റി. കോമൺ ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു വൺ ലൈനർ ഡെഫിനിഷൻ പറയാനായിട്ട് എനിക്ക് സെർച്ച് ചെയ്തു കിട്ടുന്നില്ല.
ദ ഡാറ്റ ഓഫ് ദ എടാ അതിൻ്റെ ഒരു കറക്റ്റ്നെസ്സാണ്, ആ ഡേറ്റ ആക്യുറേറ്റ് ആണെന്നുള്ളത് അത് ചെക്ക് ചെയ്യുന്നൊരു അതിനാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്. അല്ലെങ്കിൽ പിന്നെന്താണ് അതിൻ്റെ ആക്യുറസി, എത്രത്തോളം ഡാറ്റ ആക്യുറേറ്റ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയിൽ വരുന്നത്. അതിന് ഏതെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യനിൽ കിട്ടും, എവിടെന്നെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഏതെങ്കിലും ഇതെന്താണെന്നായിരിക്കുമല്ലോ ചോദിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആൻസർ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു നല്ലൊരു സെൻറ്റൻസ് അവിടെ നിന്ന് കിട്ടും. എടാ സെക്യൂർ ആക്കുക വെച്ചാൽ പുറത്തുനിന്ന് ഹാക്ക് ചെയ്യലൊക്കെ അത്രയും കുറവായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അതിനെ നല്ല ആക്യുറേറ്റ് ആയിരിക്കും, വേറെ ആരും അതിനെ എഡിറ്റ് ചെയ്യാനോ എന്താണ് മാറ്റാനോ മോഡിഫൈ ചെയ്യാനോ പറ്റത്തില്ല. യൂസർ നെയിമും പാസ്വേഡൊക്കെ കാണുന്ന ഡാറ്റാ ബേസിനകത്ത് ലോഗിൻ ചെയ്യുന്നതിന്. ഓക്കെ, പിന്നെ DBMSൻ്റെ ഒരു ബാക്കപ്പ് കാണും. നമ്മളതിന് എന്തെങ്കിലുമൊക്കെ അടിച്ച് പോയാലും അവർ ബാക്കപ്പ് ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ കാണിച്ചു തന്ന സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഡാറ്റാ ബേസ് ഇതിനകത്ത് തന്നെ കാണും. ഇനി സിസ്റ്റം അടിച്ചു പോയാലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഡാറ്റാ ബേസ് കിട്ടും. എനിക്ക് ആ സോഫ്റ്റ്വെയർ വേണമെന്ന് ഒരാവശ്യമില്ല. ആ MongoDB, സപ്പോസ് ആ MongoDB എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ കോമ്പസ് അതിനകത്ത് വൈറസ് കയറി അത് അടിച്ചു പോയി നശിച്ച് ഞാൻ കളഞ്ഞ് എന്നാലും എൻ്റെ സിസ്റ്റത്തിനകത്ത് ആ ഡാറ്റാ ബേസ് അവിടെ കാണും. ആർക്കും ആക്സസ് ചെയ്യാനും പറ്റത്തില്ല വിത്തൗട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അത്രയും നല്ല രസമാണ്. ഓക്കെ, അത് അല്ലാണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നണം. നോക്കട്ടെ, കിട്ടുന്നില്ല, മറന്നു. ഏതോ കോഡ് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള, എല്ലാം മറന്നു. അടുത്തതിനകത്തിന് പഠിക്കാനുള്ളത് ബാങ്കിങ്ങിൽ ഡാറ്റാബേസ് വരുന്നുണ്ട്. നമ്മുടെ ഡാറ്റ, കസ്റ്റമർ ഡാറ്റ, റിസർവേഷനിൽ, യൂണിവേഴ്സിറ്റിയിൽ, ക്രെഡിറ്റ് കാർഡിനകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യുക, എല്ലാം വെരിഫൈ ഒക്കെ ചെയ്യണ്ടേ, ഇതെല്ലാം വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ RDBMS എന്ന് പറയുമ്പോഴത്തേക്ക് റിലേഷണൽ ഡാറ്റാബേസ്. ഒരു റിലേഷണൽ ഡാറ്റാബേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വെറുതെ ഡാറ്റാബേസ് ആണെങ്കിൽ വെറുതെ ഒരു ടേബിൾ. റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പം ടേബിൾസ് തമ്മിൽ എന്ത് കാണും, റിലേഷൻ കാണും. ഓക്കെ, ടേബിൾസ് തമ്മിൽ എന്ത് കാണും, ഒരു റിലേഷൻ കാണും. ഇപ്പോൾ സപ്പോസ് ഒരു കോളേജിനകത്ത് എന്ത് കാണും, കോളേജിലെ ഇപ്പോൾ സപ്പോസ് എന്ത് കാണും, ഫിസിക്സിനകത്തുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പർ ഓഫ് ഡീറ്റെയിൽസ്, ഇത്ര പിള്ളേർ, ഇത്ര ഇത്. പക്ഷേ ഫിസിക്സിന് വേണ്ടി എന്തും കാണും, സെപ്പറേറ്റ് ഒരു ടേബിൾ കാണും, ഫിസിക്സിനകത്തുള്ളവരുടെ മാത്രമുള്ള ഡാറ്റ. ഇനി ഫിസിക്സിൻ്റെ ഉള്ളിൽ തന്നെ കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ UGക്കാർക്കും PGക്കാർക്കും സെപ്പറേറ്റ് ഡാറ്റാബേസ് കാണും. അപ്പോൾ ഇതെല്ലാം തമ്മിൽ എന്തുണ്ട്, ഒരു കണക്റ്റഡ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഉള്ളതിൻ്റെ റീസൺ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ നിന്ന് ഈ ഫിസിക്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ ടേബിളിൽ നിന്നുള്ള വാല്യൂസ് മറ്റേ PGയിലെയോ UGയിലെയോ മീൻസ് ആ കോളേജിൻ്റെ ഓവറോൾ ടേബിളിൽ ഇരുന്നുകൊണ്ട് UG PG വാല്യൂസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടേബിൾസ് തമ്മിൽ റിലേഷനുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെയും ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ എന്താണെന്ന് RDBMS ഒന്നും ആരും ചോദിക്കത്തൊന്നുമില്ല. നമുക്കവിടെ വേണ്ടത് ഇതാണ്, പേരുകൾ മാറി. നോർമലിൽ നമ്മൾ ടേബിൾ എന്നാണ് പഠിച്ചത്, RDBMSലേക്ക് മാറുമ്പോൾ അത് റിലേഷൻ എന്നായി. ഓക്കെ, റിലേഷൻ എന്നായി. അടുത്തത് ഇത്
കാർഡിനാലിറ്റി ഇതൊന്നും വേണ്ട. കാർഡിനാലിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് ട്യൂപ്പിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്പർ ഓഫ് ട്യൂപ്പിൾസ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസിൻ്റെ മറ്റൊരു പേരെന്താണ്, റെക്കോർഡ് അല്ലേ. നമ്പർ ഓഫ് റെക്കോർഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്യൂപ്പിൾസിലെ നമ്പർ ഓഫ് റോസിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കോളത്തിന് എന്ത് പറയും, ഡിഗ്രി എന്ന് പറയും. ഓക്കെ, അതിൻ്റെ നമ്പർ ഓഫ് കോളം അല്ലെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് വേറെന്തൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമൈൻ എന്ത് പറയാം, ഡൊമൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ടേബിളുണ്ട്, ഫിസിക്സിലെ ഡാറ്റ, ഫിസിക്സിലെ പിള്ളേരുടെ നെയിം, ക്ലാസ്, നെയിം, മാർക്ക്, ഫോൺ നമ്പർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ പിള്ളേരെ പേരും ഫോൺ നമ്പറും എനിക്ക് വേണം. അപ്പോൾ ഞാൻ എവിടെ നിന്ന് എടുക്കുന്നത്, ഈ ഒരു ടേബിളിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഡൊമൈൻ. ഓക്കെ, ഈ ടേബിളിൽ നിന്നായിരിക്കും ഞാൻ എടുക്കുന്നത്. ഇതായിരിക്കും എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ്. സപ്പോസ് അല്ലേ, വേണ്ട, അതന്നെ, ഇത്രയും വാല്യൂസ് ഉണ്ട്, എ ബി സി ഡി എന്നും പറഞ്ഞ് കുറേ പിള്ളേരുണ്ട്. അതിനകത്ത് അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഡേറ്റ എടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഹെഡിങ്, ആ കോളത്തിൻ്റെ ഹെഡിങ്ങാണ്. ഇപ്പോൾ നെയിം, മാർക്ക്, ഫോൺ നമ്പർ, ഇവനെയാണ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പേര് സെയിം ആവാൻ പാടില്ല, ഡിഫറെൻ്റ് ആയിരിക്കണം. ട്യൂപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ആണ്, പറഞ്ഞായിരുന്നു നമ്മൾ. കീ 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 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീ ആണ് എന്താണ്, കീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല കീ ഉണ്ട്. ബട്ട് എന്നാലും പൊതുവേ കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുടെ, മീൻസ് പറഞ്ഞുതരാം, എ ബി സി, ശരിയാവുന്നില്ലല്ലോ, എ ബി സി ഡി, ഇത്രയും പിള്ളേരുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എ എന്ന് പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽസ് ഓഫ് എ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എയിൻ്റെ മാർക്കും ക്ലാസ്സും അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എല്ലാ സാധനവും കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു റോയിനെ എനിക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആ എയിലെ ഡാറ്റ കഴിഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടണം. എയുടെ ഡാറ്റ കഴിഞ്ഞ് തരാൻ പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആളിനെ തന്നെ കിട്ടണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് എ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. സപ്പോസ് ഒരേ പേരിലുള്ള വേറൊരാളുണ്ടായിക്കൂടെ, അപ്പോൾ എയിൻ്റെ ഡാറ്റ എടുക്കാൻ പറ്റും. അപ്പോൾ എയിൻ്റെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ രണ്ട് എയിൽ, അപ്പം ഇപ്പോൾ ചോദിക്കും ഇതിൽ ഏത് എ ആണെന്ന് ചോദിക്കും. അപ്പോൾ കീൻ്റെ അത് പല ടൈപ്പ് കീ എന്ന് പറഞ്ഞാൽ, പൊതുവേ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയെ അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെ യുണീക്കായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എടുക്കാൻ പറ്റണം. അപ്പോൾ എക്സാക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളത് പ്രൈമറി കീ എന്ന് പറയും. പ്രൈമറി കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഡേറ്റയും ചെക്ക് ചെയ്യേണ്ട, അത് ഒരെണ്ണേ കാണും. എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലാണെങ്കിൽ റോൾ നമ്പറിനെ നമുക്ക് പ്രൈമറി കീ ആക്കാം. ഒരു ക്ലാസ്സിൽ റോൾ നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഒരാളെ കാണും. റോൾ നമ്പർ 5ൻ്റെ ഡേറ്റ എടുക്കാൻ പറഞ്ഞാൽ അത് ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ഒരു കോളേജിനകത്ത് നമുക്ക് റോൾ നമ്പർ 5 എടുക്കാൻ പറ്റുമോ? എല്ലാ ക്ലാസ്സിലും റോൾ നമ്പർ 5 ഇല്ലേ? അപ്പം ഒരു കോളേജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്മിഷൻ നമ്പറിനെ എനിക്ക് പ്രൈമറി കീ ആക്കാം. എല്ലാവരുടെ അഡ്മിഷൻ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പ്രൈമറി കീ എന്ന് പറയുന്നത്, അതിനകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് വരരുത്. അങ്ങനെയാണ് പ്രൈമറി കീ എടുക്കുന്നത്. കാരണം അഡ്മിഷൻ നമ്പർ എന്തായാലും രണ്ട് കുട്ടിക്ക് ഒരു അഡ്മിഷൻ നമ്പർ വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈമറി കീ, അങ്ങനെയാണ് വരുന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് കീ ഉണ്ട്. കാൻഡിഡേറ്റ് കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സംഭവം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു കുട്ടിയുടെ നെയിമുണ്ട്, ഫോൺ നമ്പറുണ്ട്, റോൾ നമ്പറുണ്ട്. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അഡ്മിഷൻ നമ്പറുണ്ട്, ഇത്രയും കാര്യമുണ്ട്. എക്സാമ്പിൾ നോക്കിയോ, എനിക്ക് ഫോൺ നമ്പർ വെച്ചൊരു കുട്ടിയെ സെർച്ച് ചെയ്യാമല്ലോ. ഒരു കുട്ടിക്ക് ഒരു ഫോൺ നമ്പറിലെ വരത്തുള്ള ഒരു ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത്, ഞാൻ ട്വിൻസിനൊന്നും വയ്ക്കുന്നില്ല. ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്കൊരു കൊച്ചിനെ സെർച്ച് ചെയ്യാൻ പറ്റും. റോൾ നമ്പർ വെച്ചിട്ട് എനിക്കൊരു കൊച്ചിനെ സെർച്ച് ചെയ്യാൻ പറ്റും ഒരു ക്ലാസ്സിൽ. അഡ്മിഷൻ നമ്പർ വെച്ചിട്ട് എനിക്കൊരു കൊച്ചിനെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, ഇത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നിനെ നമുക്ക് എന്ത് പറയാം? കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാം. ഇവർ മൂന്നുപേരും എന്താണ്? കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് യൂണീക്കായിട്ട് ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു ടേബിളിനകത്ത്, ഒരു ഡാറ്റാബേസിനകത്ത് ഒരാളെ പ്രൈമറി കീ മസ്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ ആരെ സെറ്റ് ചെയ്യാണ്? അഡ്മിഷൻ നമ്പറിനെ സെറ്റ് ചെയ്തു. ഓക്കെ, അഡ്മിഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ നമ്പറാണ് നമ്മുടെ പ്രൈമറി കീ. അപ്പം ബാക്കി ഇനി രണ്ടെണ്ണം ഉണ്ടായിരുന്നു. പ്രൈമറി കീ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്തെന്ന് പറയും? ഇവ രണ്ടുപേരും ഇനി നമ്മൾ ആൾട്ടർനേറ്റ് കീ എന്ന് പറയും. ഒരേ സാധനം തന്നെ, എല്ലാം ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും പ്രൈമറി കീ ആവാനുള്ള യോഗ്യതയുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരാളെ എല്ലാവർക്കും യോഗ്യതയുണ്ട്. അപ്പം അവരെ നമ്മളെല്ലാവരെയും കാൻഡിഡേറ്റ് കീ എന്ന് പറയും. എന്നിട്ട് ഒരാളെ അതിൽ നിന്ന് പ്രൈമറിക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ആ പ്രൈമറിക്ക് അല്ലാണ്ട് ബാക്കിയുള്ളവരൊക്കെ പിന്നെ എന്തെന്ന് പറയും? ആൾട്ടർനേറ്റ് കീ എന്ന് പറയും. പിന്നെ ഒരു സാധനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ കീ ആണ്. ഫോറിൻ കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് തെറ്റിപ്പോകുന്നത്. ഫോറിൻ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിനകത്തുള്ള ഒരു കാൻഡിഡേറ്റ് കീ. ഇപ്പോൾ സപ്പോസ് ഇതെന്ന് പറയുന്നത് കോളേജിലെ ഡേറ്റയാണെന്ന് വെച്ചോ, മൊത്തത്തില്ല കോളേജിൻ്റെ ഡേറ്റയാണ്. എൻ്റെ കയ്യിലൊരു ക്ലാസ്സിൻ്റെ ഡേറ്റയുണ്ട്. ക്ലാസ്സിൻ്റെ ഡേറ്റയിൽ എന്ത് മതി? റോൾ നമ്പറും നെയിമും ഫോൺ നമ്പറും മതി. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ ഞാൻ റോൾ നമ്പറിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രൈമറി കീ ആക്കുന്നത്. ഇവിടെ ആരെ ആക്കി? അഡ്മിഷൻ നമ്പറിനെ ആക്കി. ഓക്കെ, ഇത് കോളേജിൻ്റെ ഡേറ്റ, ക്ലാസ്സിലെ ഡേറ്റ. ഇപ്പോൾ കോളേജിനകത്തുള്ള ഡേറ്റയിനകത്ത് ഉള്ള റോൾ നമ്പർ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഈ കാൻഡിഡേറ്റ് കീ മറ്റൊരു ഡേറ്റാബേസിനകത്തുള്ള പ്രൈമറി കീ ആണ്. ഒരു ടേബിളിനകത്തുള്ള കാൻഡിഡേറ്റ് കീ മറ്റൊരു ടേബിളിനകത്തുള്ള കാൻഡിഡേറ്റ് കീ മറ്റൊരു ടേബിളിനകത്തുള്ള പ്രൈമറി കീ ആവുകയാണ്. അതിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോറിൻ കീസാണ് ഇവർ തമ്മിൽ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആൻഡ് അത്രയേ ഉള്ളൂ. ഒരുപാട് പറഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ പിന്നെ കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസ് പഠിക്കണം. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യണം. ഒരു ഡാറ്റാബേസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? റോൾ നമ്പർ, പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി ഡിഫൈൻ ചെയ്യണം. ക്രിയേറ്റ് എ ടേബിൾ, അതിനകത്ത് റോൾ നമ്പർ ഉണ്ട്, റോൾ നമ്പറിനകത്ത് നമ്പർ ഡാറ്റ ടൈപ്പാണ്, നെയിം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ്, ഫോൺ നമ്പറാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ എഴുതി ഉണ്ടാക്കണം. അങ്ങനെ എഴുതുന്ന ലാംഗ്വേജിന് നമ്മൾ എന്ത് പറയും? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ DDL എന്ന് പറയും. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പം ഇതിനകത്തുനിന്ന് ടേബിൾ എന്ത് ചെയ്യണം? ഇതിനകത്തൂടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ഇൻസേർട്ടാണ്. ഓക്കെ, പിന്നെന്താണ്? മോഡിഫൈ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഇതിനൊക്കെ മോഡിഫിക്കേഷൻ, എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം, സോർട്ട് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയും. അതാണ് DML എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണ്? ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമുക്ക് ആക്സസ് കൊടുക്കണമല്ലോ. ആക്സസ് കൊടുക്കണം. ഇപ്പോൾ ഈ ഡാറ്റാബേസിനകത്തോട്ട് ഇപ്പോൾ വേറെ അഡ്മിൻസിന് ആക്സസ് കൊടുക്കണ്ടേ? ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാനൊക്കെ കോഡ് ഉണ്ടാക്കി സാധനമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കേണ്ട ആരെങ്കിലും. അപ്പോൾ ഇതിന് ഇന്ന ആക്സസ്, ഒരാൾക്ക് ഇത്ര തന്നെ ആക്സസ് കൊടുക്കുന്നത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇത് എക്സാക്റ്റ് ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഡാറ്റ കൺട്രോൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇത് നമ്മുടെ സച്ചിൻ അറോറയുടെ PDF കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത ഇനി ER മോഡൽ. ഇതും എക്സാമിന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ ചോദിക്കുന്ന ഭയങ്കരമായിട്ടൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ER ഡയഗ്രത്തിൻ്റെ ഫുൾ ഫോം പഠിക്കുക. എന്താണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഓക്കെ, പഠിക്കാനുള്ള അത് അധികം പഠിക്കാൻ നിൽക്കരുത്, പ്രാന്ത് പിടിക്കും. ERൻ്റെ ഫുൾ ഫോം പഠിക്കുക. പിന്നെ എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻറ്റിറ്റിയുടെ ഏത് ഷേപ്പിനകത്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിളാണ്. എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ. എലിപ്സാണ് എന്ത്, ആട്രിബ്യൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോംബസ്. 3 ക്വസ്റ്റ്യൻ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇത് ERൻ്റെ ഫുൾ ഫോം. ഇവിടെ 3 ക്വസ്റ്റ്യനായി. ഓക്കെ, പിന്നെ എൻറ്റിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് എക്സിസ്റ്റൻസ് ഇൻ റിയൽ വേൾഡിൽ എക്സിസ്റ്റൻസ് ഉള്ളത് എൻറ്റിറ്റീസ് ആർ എക്സ്പ്രസൻറ്റഡ് ഇൻ റെക്റ്റാങ്കിൾസ്. ഓക്കെ, എക്സിസ്റ്റൻസ് ഉള്ളത് എൻറ്റിറ്റി നമുക്ക് ഉള്ള സാധനമാണ്. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ എൻറ്റിറ്റീസിന് എന്തെങ്കിലും അഡീഷണൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പറയുന്നത്. അത് ഞാൻ ഇത് പറഞ്ഞിട്ട് നമ്മുടെ HTML-ഉം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും തമ്മിൽ പറയുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണ്? HTML-ന് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുക ഉപയോഗിക്കുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതുപോലെയാണ് എൻറ്റിറ്റീസിന് എക്സ്ട്രാ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് എന്താണ്? ആട്രിബ്യൂട്ടാണ്. അത് എലിപ്റ്റിക്കൽ ഷേപ്പാണ്. പിന്നെ ഒരു എൻറ്റിറ്റീസിൻ്റെ റിലേഷൻ പറയുന്നത് റോംബസ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊന്നും വേണ്ട. റിലേഷൻഷിപ്പ് നോക്കുക. 1 to 1 എന്ന് പറയുമ്പോഴത്തേക്ക് പേരിന്ന് പഠിച്ചാൽ മതി. ഒരു ടേബിൾ മറ്റൊരു ടേബിളുമായിട്ട് മാത്രമേ കണക്ഷൻ കാണൂ. 1 to many എന്ന് പറയുമ്പം ഒരു ടേബിൾ വേറെ പല ടേബിളുമായിട്ട് കണക്ഷൻ കാണും. മെനി എന്ന് പറയുമ്പോൾ അപ്പം ടേബിളെല്ലാം ഇങ്ങനെ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +1 +2 സെറ്റ് എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് വരുന്ന സംഭവം അത് 1 ഫംഗ്ഷൻ, 1 മെനി ഫംഗ്ഷൻ, മെനി, ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇപ്പോൾ A എന്ന് പറയുന്ന ഈ ഒരു ടേബിളിനകത്ത് സപ്പോസ് കുറച്ച് ഡേറ്റ ഉണ്ട്. 1 2 3 4 5 അല്ല ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 5 ഇത് വേറൊരു പരിപാടിയാണ്, വേറൊരു ഫംഗ്ഷനാണ്. ഇതിൻ്റെ സ്ക്വയർ ഒന്നുമല്ല, ഞാൻ വെറുതെ എഴുതാണ്. 1 4 9 16 25 ഇതെന്താണ്? ഇവനുമായിട്ട് കണക്ഷനുള്ളൂ. ഇവരുടെ റിലേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റിലേഷൻ. ഇതാണ് 1 ഫംഗ്ഷൻ. ഓരോന്ന് തമ്മിലേ ഉള്ളൂ. ഓക്കെ, 1 to many എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരാൾക്ക് ഒന്നിലധികം ആൾക്കാരായിട്ട് റിലേഷൻ കാണും. ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കാനാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ +4 എടുക്കുന്നുണ്ട്, -4 എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ 2 ആണ് എടുക്കുന്നത്. കാരണം ഇതിൻ്റെ റൂട്ടും 2 ആണ്. തിരിച്ച് 4ന് പ്ലസ് 1 to many എന്ന് പറയുമ്പോൾ എങ്ങനെ പോകും? ഓക്കെ, 4ൻ്റെ റൂട്ടെന്ന് പറയുന്നത് +2 വരാം, 4ന് എന്തും വരാം, -2 വരുന്നത്. 1 to many ഫംഗ്ഷനാണ്. മെനി ടു മെനി എന്ന് പറയുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫംഗ്ഷൻ കാണും. മെനി ജസ്റ്റ് അറിഞ്ഞിരുന്ന ഇതൊന്നും ചോദിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല, കിടക്കുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്കീമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറ്, ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. എന്തൊക്കെ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. മറ്റേ അഡ്മിഷൻ നമ്പർ, പേര്, റോൾ നമ്പർ, ഇൻസ്റ്റൻസസ് എക്സാമിന് കണ്ടിട്ടില്ല.
ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഉള്ള ഡാറ്റ. ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ആ ഒരു ഇൻസ്റ്റൻസിൽ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ അവിടെ ഉള്ള ഡാറ്റയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയും. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ്റെ മറ്റൊരു പേരെന്താണ്? ഡാറ്റ റിഡൻഡൻസി. ഡാറ്റ മൈനിങ്, ഇത് പഠിക്കണം. ഡാറ്റ മൈനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഡേറ്റേനെ നമ്മൾ സോർട്ട് ചെയ്ത് എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഡാറ്റ അനാലിസിസ് DI ചെയ്യുന്ന പരിപാടിയാണ്. അതെന്താ അനലൈസ് ചെയ്തെടുക്കുന്ന പരിപാടി ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. മൈൻ ചെയ്തെടുക്കുക, അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാക്കി ഇത് എന്തൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത് റിലേഷനൊക്കെ മനസ്സിലാക്കി എടുക്കുക. അതാണ് DBMS. ബാക്കി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. നല്ല MCQs എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ അറോറയുടെ PDF-നകത്തുണ്ട്. കിട്ടില്ല MCQs ഉണ്ട്.